അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വാഗതം. ആയിരങ്ങളുടെ കണ്ണീർ പ്രാർത്ഥനകൾ ഏറ്റുവാങ്ങി ഫാത്തിമ തസ്കിയ ദൈവത്തിങ്കലേക്ക് മടങ്ങി. ജനങ്ങളെ സേവിക്കുന്ന, ജനങ്ങളാൽ സ്നേഹിക്കപ്പെടുന്ന ഒരു മെഡിക്കൽ ഡോക്ടറാകണമെന്ന സ്വപ്നം പാതി വഴിയിൽ ഉപേക്ഷിച്ചാണ് അവൾ മണ്ണിലേക്ക് തന്നെ മടങ്ങിയത്. മഞ്ചേരി സെൻട്രൽ ജുമാ മസ്ജിദിലെ ഖബറിടത്തിലേക്ക് അവളുടെ ശരീരം ഇറക്കി വെച്ച് പിതാവ് OMA സലാം അവസാന സലാം ചൊല്ലിയപ്പോൾ ആ കാഴ്ച കണ്ടുനിന്നവർ തേങ്ങലടക്കാൻ പണിപ്പെട്ടു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 2ാം വർഷ MBBS വിദ്യാർത്ഥിനിയായ തസ്കിയ ബുധനാഴ്ച രാത്രി വയനാട്ടിലുണ്ടായ ബൈക്ക് അപകടത്തിലാണ് മരണപ്പെട്ടത്. പരോൾ ലഭിച്ച പിതാവ് OMA സലാം ഡൽഹിയിൽ നിന്ന് വീട്ടിലെത്തിയ ശേഷം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് ഖബറടക്ക ചടങ്ങുകൾ നടന്നത്. കോയമ്പത്തൂർ വിമാനത്താവളം വഴിയാണ് ഡൽഹി തിഹാർ ജയിലിൽ വിചാരണ തടവുകാരനായി കഴിയുന്ന OMA സലാം കേരളത്തിലെത്തിയത്. ഡൽഹി പോലീസിൻ്റെ കമാൻഡോ വിഭാഗത്തിൻ്റെ 6 പേരടങ്ങുന്ന സുരക്ഷാ വിഭാഗമാണ് അദ്ദേഹത്തെ അനുഗമിക്കുന്നത്. ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള OMA സലാമിന് കടുത്ത വ്യവസ്ഥകളോടെയാണ് കോടതി പരോൾ അനുവദിച്ചിട്ടുള്ളത്. മകളുടെ മരണവാർത്തയറിഞ്ഞ് വീട്ടിൽ തടിച്ചുകൂടിയ ആളുകളെയെല്ലാം ഒഴിപ്പിച്ച ശേഷമാണ് അദ്ദേഹത്തെ പോലീസ് വീട്ടിലെത്തിച്ചത്. സെൻട്രൽ ജുമാ മസ്ജിദിൽ നടന്ന ജനാസ നമസ്കാരത്തിന് അദ്ദേഹം നേതൃത്വം നൽകുകയും ചെയ്തു. വികാരനിർഭരമായ അദ്ദേഹത്തിൻ്റെ അന്ത്യോപചാര വാക്കുകൾ കേട്ടുനിന്നവരെയെല്ലാം കരയിപ്പിച്ചു. 23 വർഷം മുമ്പ് അള്ളാഹു ഞങ്ങളെ ഒരു അമാനത്ത് ഏൽപ്പിച്ചു. ആ അമാനത്ത് അള്ളാഹു തിരിച്ചെടുത്തിരിക്കുകയാണ്. അവൾ എന്നെക്കാൾ നന്നായി പഠിച്ചു. അവൾ എന്നെക്കാൾ നന്നായി ഖുർആൻ ഓതി, എന്നെക്കാൾ നന്നായി എഴുതി, എന്നെക്കാൾ നന്നായി വരച്ചു. അവസാനം അവൾ എന്നെക്കാൾ മുമ്പ് ഷഹാദത്തും നേടി. എല്ലാ കാര്യത്തിലും അവൾ എന്നെ തോൽപ്പിച്ചിരിക്കുകയാണ്. നാഥ, നല്ല നിലയിൽ നീ സ്വീകരിക്കണേ. മകളുടെ ചേതനയറ്റ ശരീരത്തെ നോക്കി OMA സലാം ഇങ്ങനെ പറഞ്ഞതു കേട്ട് മഞ്ചേരി സെൻട്രൽ ജുമാ മസ്ജിദിൽ കൂടി നിന്നവർ മുഴുവൻ കണ്ണീർ വാർത്തു. പരോൾ വ്യവസ്ഥകളിൽ നിയന്ത്രണങ്ങളുള്ളതിനാൽ നാട്ടുകാരുമായും ബന്ധുക്കളുമായും കൂടുതൽ ഇടപഴകാൻ അദ്ദേഹത്തിന് അവസരമില്ലായിരുന്നു. ദിനേന 6 മണിക്കൂർ നേരമാണ് അദ്ദേഹത്തിന് വീട്ടിൽ തങ്ങാനാവുക. 2 ദിവസം കൂടി അദ്ദേഹത്തിന് പരോളുണ്ട്. വയനാട്ടിലെ പിണങ്ങോട് നിന്നും പൊഴുതന 6ാം മൈലിലേക്ക് പോകുന്ന റോഡിലെ വളവിൽ ബുധനാഴ്ച രാത്രി 10 മണിയോടെയാണ് തസ്കിയ സഞ്ചരിച്ച സ്കൂട്ടർ നിയന്ത്രണം തെറ്റി റോഡിൽ നിന്ന് താഴ്ചയിലേക്ക് മറിഞ്ഞത്. അപകടത്തിൽ കൂടെയുണ്ടായിരുന്ന അജ്മിയ എന്ന വിദ്യാർത്ഥിനിക്കും ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. ET മുഹമ്മദ് ബഷീർ MP, അഡ്വക്കേറ്റ് UA ലത്തീഫ് MLA, ജമാഅത്തെ ഇസ്ലാമി അമീർ P മുജീബ് റഹ്മാൻ, SDPI ദേശീയ നേതാക്കളായ മൊയ്തീൻ കുട്ടി ഫൈസി, അബ്ദുൽ മജീദ് ഫൈസി, മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും കോഴിക്കോട് മഞ്ചേരി മെഡിക്കൽ കോളേജുകളിലെ മെഡിക്കൽ വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും കുടുംബക്കാരും അടങ്ങുന്ന വലിയൊരു ജനവിഭാഗം അന്ത്യോപചാരം അർപ്പിക്കാൻ തസ്കിയയുടെ വീട്ടിലെത്തി. ഏറെ ആഗ്രഹത്തോടെ കഠിനാധ്വാനം ചെയ്താണ് തസ്കിയ MBBS അഡ്മിഷൻ നേടിയെടുത്തത്. കടുത്ത ശാരീരിക പ്രയാസങ്ങളും പിതാവിൻ്റെ ജയിൽവാസവും പ്രതിസന്ധികളും സഹിച്ചാണ് തസ്കിയ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ മെഡിസിന് പ്രവേശനം നേടിയെടുത്തത്. തൻ്റെ അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് 2 വർഷം മുമ്പ് എൻട്രൻസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി തസ്കിയ നടത്തിയ ഒരു മോട്ടിവേഷൻ ക്ലാസ് സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോഴും വൈറലായി തുടരുകയാണ്. കണ്ടുനിന്നവരുടെയും കേട്ടവരുടെയും ഇഷ്ടങ്ങളേറെ നേടി തോൽവികളില്ലാത്ത ശാന്തിയുടെ ലോകത്ത് അവൾ ഇനി നിതാന്തമായി ഉറങ്ങും.